ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. തമിഴ്നാട്ടിലേതടക്കം 102 മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും തുടങ്ങി. ജനവിധി തേടുന്നവരിൽ 8 കേന്ദ്രമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിൽ രാവിലെ 9 മണിവരെ 12.55% പോളിംഗ് രേഖപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, P ചിദംബരം, നടൻ രജനീകാന്ത് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ ആഹ്വാനം ചെയ്തു. യുപിയിലെ മുസഫർ നഗറിൽ നിന്ന് R രാധാകൃഷ്ണൻ, ചെന്നൈയിൽ നിന്ന് അനീഷ് ശിവദാസ്, കോയമ്പത്തൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, നാഗർകോവിൽ നിന്ന് VA ഗിരീഷ്, നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, മാഹിയിൽ നിന്ന് സജോ ദേവസ്യ എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം R രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, മുസഫർ നഗർ, അവിടുത്തെ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? മുസഫർ നഗർ 2014-ലും 2019-ലുമൊക്കെ BJPയെ പിന്തുണച്ച മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ സാഹചര്യം മാറിയെന്ന് മറുപക്ഷം കരുതുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും മുസഫർ നഗർ ഉൾപ്പെടുന്ന 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രചരണം. ഒരുപക്ഷെ ഈ രജ്പുത്ത് വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഇത്തവണ എങ്ങനെയാകും എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. വേണു സൂചിപ്പിച്ചതുപോലെ ഈ മുസഫർ നഗർ അടക്കമുള്ള മേഖലകളിൽ BJPക്ക് എക്കാലത്തും അനുകൂലമായിരുന്നു ഈ രജ്പുത്ത് ഠാക്കൂർ സമുദായങ്ങളുടെ പിന്തുണ. ഇത്തവണ അവരങ്ങനെ BJPക്ക് പിന്തുണ നൽകാൻ തയ്യാറായിട്ടില്ല. മറിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ BJP തയ്യാറാകാത്തത് കൊണ്ട് മറിച്ച് വോട്ട് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. സഞ്ജയ് ബലിയാനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നു. ഉത്തർപ്രദേശിലെ എല്ലാ ഇടങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. ഒപ്പം മറ്റ് രാജ്യത്തിൻ്റെ മൊത്തം കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുമ്പോഴും എല്ലായിടങ്ങളിലും തങ്ങൾ നടത്തിയ പ്രചരണത്തിൻ്റെ കൂടുതൽ വോട്ട് ചെയ്യണം എന്ന പ്രചരണത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ വോട്ടെടുപ്പിൽ ദൃശ്യമായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എവിടെയെങ്കിലും പ്രത്യേകിച്ച് വലിയ സംഘർഷം ഉണ്ടായതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലായിടങ്ങളിലും സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. വേണു, ശരി. കോയമ്പത്തൂരിൽ നിന്ന് നിഖിൽ പ്രമേഷം ചേരുന്നു. നിഖിൽ, അണ്ണാമലൈ മത്സരിക്കുന്നു, അതുകൊണ്ട് തന്നെ DMK ഒരു അഭിമാന പോരാട്ടമായി കാണുന്ന മണ്ഡലം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ കോയമ്പത്തൂർ ഇത്തവണ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുന്നത് ഒരു പക്ഷേ അണ്ണാമലൈ മത്സരിക്കുന്ന മണ്ഡലം. ഇത് മാത്രമല്ല DMKക്ക് എന്ത് വില കൊടുത്തും ഈ സീറ്റ് നിലനിർത്തിയേ മതിയാകും. നിലവിൽ CPMന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്. അത് DMK ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഈ സൗത്തിലേക്കുള്ള BJPയുടെ ഒരു കടന്നുവരവ് അത് ചെറുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ അവർ വലിയ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ പൂർണ്ണമായി പിഴുതെറിയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തിരക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അതിരാവിലെ മുതൽ തന്നെ വോട്ടർമാർ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അമ്മ എപ്പടി ഇങ്ങ ഫൈറ്റ്? சூப்பராக இருக்குங்க. ஸ்ட்ராங் ஃபைட். ஸ்ட்ராங் ஃபைட்டுங்க. Important candidate standing here too, so it's a heavy fight here. So important BJP important candidates and all DMK, ADMK, all important candidates are there. So it's a strong fight here. Hope the right one wins. Yeah. അതാണ് ഏറ്റവും അനുയോജ്യരായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടട്ടെ. എന്തായാലും നല്ല തിരക്കാണ്. നമുക്ക് പോളിംഗ് ബൂത്തുകളിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഞാനുള്ളത് കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വാർഡിലാണ്. അവിടെയൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലായിടങ്ങളിലും അതിരാവിലെ മുതൽ തന്നെ വോട്ടർമാർ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ആളുകൾ പറയുന്നത് ഉച്ചയാകുമ്പോഴേക്കും ചൂട് നന്നായി ഉയരും. അപ്പോൾ അതുവരെ കാത്തിരിക്കാതെ വളരെ വേഗത്തിൽ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമാണിത്. നമുക്കറിയാം അവർ വലിയ പ്രാധാന്യം വെച്ച് പുലർത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യമാണ് അവർ നൽകുന്നത്. തമിഴ്നാട്ടിലേക്കുള്ള BJP കടന്നുകയറ്റത്തെ ഏതു വിധേനയും ചെറുക്കുക എന്നുള്ള നിലയ്ക്കാണ് DMK മുന്നോട്ട് പോകുന്നത്. DMKയുടെ ഏറ്റവും അഭിമാന പോരാട്ടമായി അവർ കാണുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് തന്നെ അത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഗണപതി P രാജ്കുമാറാണ് ഇത്തവണ DMKക്ക് വേണ്ടി മത്സരിക്കുന്നത്. നേരത്തെ CPMന്റെ സീറ്റായിരുന്നു ഇത്. നേതൃത്വത്തിലെ പൊട്ടിത്തെറിയും തെരഞ്ഞെടുപ്പുകളിലെ കനത്ത തോൽവിയും കാരണം വലിയൊരു ഉലച്ചിലിൽ നിൽക്കുന്ന AIDMKയുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ ഇവിടെ എത്തിയത് തമിഴ്നാട്ടിലൂടെ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള അവരുടെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായി കാണണം. എന്തായാലും സജീവമായി പുരോഗതി ഏതാണ്ട് 4 മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ വലിയ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുകയാണ് ഈ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലങ്ങളിൽ. കൂടുതലിടങ്ങളിലും മറ്റിടങ്ങളിലും നമ്മൾ പൊള്ളാച്ചിയിലെ ചില ബൂത്തുകളിൽ പോയിരുന്നു. അവിടെ നിന്നും സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഈ 4 മണിക്കൂറിലും കാണാൻ കഴിയുന്നത്. വേണു, ശരി. നാഗർകോവിൽ നിന്ന് VA ഗിരീഷും ചേരുന്നുണ്ട്. ഗിരീഷ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പോളിംഗുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ?
വേണു, രാവിലെ പോളിംഗ് തുടങ്ങിയ മുതൽ തന്നെ വളരെ വലിയ തിരക്ക് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. കാരണം ഇപ്പോൾ 10 മണിവരെയുള്ള ഒരു കണക്കനുസരിച്ച് 9.67% വോട്ടുകൾ ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. മുതിർന്നവരും സ്ത്രീകളും അടക്കം രാവിലെ തന്നെ വൻതോതിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തി എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ വൃത്തങ്ങളും പറയുന്നത്. ഏതായാലും ഇവിടെ വിളവങ്കോട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ഈ വിളവങ്കോട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 16% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായ കോൺഗ്രസിലെ വിജയ് വസന്തും അതോടൊപ്പം തന്നെ BJP നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ പൊൻ രാധാകൃഷ്ണനും രാവിലെ തന്നെ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു. പൊൻ രാധാകൃഷ്ണൻ SLB സ്കൂളിലും നാഗർകോവിൽ SLB സ്കൂളിലും അതോടൊപ്പം തന്നെ വിജയ് വസന്ത് അഗസ്തീശ്വരത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് വോട്ടവകാശം വിനിയോഗിച്ചത്. ഇപ്പോൾ നിലവിൽ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി 1698 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 119 ക്രമസമാധാന പ്രശ്നമുള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഉൾപ്പെടെ 1104 പോളിംഗ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിക്കുകയും 24 മണിക്കൂറും കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പോലീസിന്റെ സുരക്ഷ ഓരോ ബൂത്തുകളിലും ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. നേരത്തെ ദേശീയ പാർട്ടികൾ BJPയും കോൺഗ്രസും എല്ലാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തമിഴ്നാട്ടിലെ ഏക മണ്ഡലമാണ് ഈ കന്യാകുമാരി മണ്ഡലം. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളടക്കം വൻ താരനിര തന്നെ ഇവിടെ പ്രചരണത്തിനെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ഇപ്പോൾ വോട്ടെടുപ്പിലും കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ വലിയ തിരക്ക് ഓരോ ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ജനങ്ങൾ വളരെ വലിയ ക്യൂ ആയി പല ബൂത്തുകളിലും ഇത് മാറിയിട്ടുമുണ്ടോ വേണു? നാഗർകോവിൽ നിന്ന് VA ഗിരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.